കാസർഗോഡ് പെർവാഡിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ബി.ജെ.പി. പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ കുമ്പള സഹകരണ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം. മതിയായ ചികിത്സ നൽകാത്തതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ആരോപിച്ച് ബി.ജെ.പി. പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ പെർവാഡിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ബി.ജെ.പി. പ്രവർത്തകനും ആരിക്കാടി പാറസ്ഥാനത്തെ കൃഷ്ണ വെളിച്ചപ്പാടിൻ്റെ മകനുമായ എൻ ഹരീഷ് കുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ സ്ത്രീയെയും കൂടെയുണ്ടായിരുന്ന ആളെയും പരിക്കേറ്റ നിലയിൽ കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂട്ടിയിടിയിൽ സ്കൂട്ടർ പൂർണ്ണമായി തകരുകയും കാർ തലകീഴാറായി മറിയുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ ഹരീഷ് കുമാർ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മതിയായ ചികിത്സ നൽകാത്തതാണ് ഹരീഷ് കുമാറിന്റെ മരണത്തിനിടയാക്കിയതെന്നാരോപിച്ച് ആശുപത്രിക്ക് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയായിരുന്നു. ഉണ്ടായിരുന്നു, കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പ്രശ്നമില്ല, പെർഫെക്റ്റാണ്, മൈനർ അടിയാണുള്ളത്, വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഇവർ പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, നമുക്ക് ഉറപ്പില്ല, ഡെത്ത് എന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത് എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ഡെത്ത് നിങ്ങൾ ആദ്യം പറയണമായിരുന്നല്ലോ. ഒരു എക്സ്പെർട്ട് ഡോക്ടർമാരല്ല ഉള്ളത്. എന്നിട്ട് ഓർത്തോൻ്റെ പേര് പറഞ്ഞു, പിന്നെ വേറെ ഡോക്ടറുടെ പേര് പറഞ്ഞു. അപ്പോൾ ഒരാളുടെ കാണാനില്ല. എല്ലാ മൊബൈൽ ാണ് ഇവരൊക്കെ ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് ജസ്റ്റ് ഫോർ ഒരു MBBS ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായത്. പിന്നെ മെഡിക്കൽ റൂൾ പ്രകാരം ഒരു കാഷ്വാലിറ്റിക്ക് ഒരു പേഷ്യൻറ്റ് വന്നാൽ MDക്ക് വിളിക്കണം, MD നോക്കണം, അവർ സജസ്റ്റ് ചെയ്യണം, അവിടെ റിപ്പോർട്ട് പറയേണ്ടത്. CT സ്കാൻ റിപ്പോർട്ട് 3 മണിക്കൂർ വരുന്ന 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. ആ വരുന്ന സമയത്താണ് ഇവർ പറയുന്നത് പേഷ്യൻ്റ് ഡെത്തായി എന്ന്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധത്തത്. എങ്ങനെയാണ് മരിച്ചത് കൃത്യമായിട്ട് പറയണമെന്ന്. ഇപ്പോൾ പോലീസുകാരും അതുപോലെ തന്നെ ഡോക്ടർമാർ ഇരുന്നുകൊണ്ട് പെരിയാരത്തേക്ക് പോസ്റ്റ്മോർട്ടം കൊണ്ടുപോവുകയും അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് നമ്മൾ എടുത്തു തരാമെന്ന് പറഞ്ഞത്. നമ്മൾ പറയുന്നത് അതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഏതാണ് ഇഞ്ചക്ഷൻ, ഏതാണ് ടാബ്ലറ്റ്സ്, മെഡിസിൻസ്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ CT സ്കാൻ റിപ്പോർട്ട് നമ്മളെ കയ്യിൽ തരണം. നമ്മൾ എക്സ്പെർട്ടായിട്ടുള്ള വേറെ ഡോക്ടർമാരിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അതിന് കൂടി ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ആ സമ്മതിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇനി ഈ സമരത്തിന് പിന്മാറിയത്. പക്ഷേ ഇതിന് മറുപടി കിട്ടുന്നവരെ നമ്മളിതിന് ഈ സമരം നിർത്തില്ല. വരും ദിവസത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുകയും വരും. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പെരിയാരത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ റിപ്പോർട്ടിൽ നമ്മളെ കയ്യിൽ തരാമെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സമരം അവസാനിപ്പിച്ചത്. CT സ്കാൻ റിപ്പോർട്ട് വന്നു, ഒക്കെ സ്റ്റോപ്പാണെന്ന് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഡെത്ത് കൺഫേം ചെയ്തത് ജസ്റ്റ് 1 hour ബിഫോറാണ് ഇവർ ഡെത്ത് കൺഫേം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവർ ചോദിച്ചു മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണം. ഏട്ടൻ വന്നു, കൂട്ടുകാരൻ വന്നു, എല്ലാവരോടും പറയുന്ന വാക്ക് കൊണ്ടുപോകണ്ട, ഹീസ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് പിന്നെ നമ്മൾ പറയാനുള്ളത്. ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മരണപ്പെടുവാണെങ്കിൽ എന്താണെന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മരിച്ച ജീവനോട് കൂടി നമ്മളുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് എന്ത് വേണം നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നിയമപരമായി നമ്മൾ പോകും. ഇപ്പോൾ റിപ്പോർട്ട് വന്ന പാടത്തിന് നിയമപരമായിട്ട് പോകും. എന്നുവെച്ചാൽ MD ആണ് വേണ്ടത്. MD ഉണ്ടായില്ല, ജസ്റ്റ് ഫോർ MBBS ആയിട്ടുള്ള ഡോക്ടർ ഉള്ളത്. കാഷ്വാലിറ്റി എപ്പോൾ റിപ്പോർട്ട് ചെയ്യണം MDക്ക്. ഇവർ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയില്ല. ജസ്റ്റ് ഒരു ഫോൺ കോളാണ് റിപ്പോർട്ട് കൊടുത്തത്. ഒരു ഡോക്ടറോട് ഫോൺ കോളിൽ സംസാരിച്ചു, പെർഫെക്റ്റ് ആണ്, രാവിലെ വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ വന്നിട്ട് നോക്കുമ്പോൾ ഡെഡ് ബോഡിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് നമ്മൾ പറയുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞത് തർക്കത്തിനിടയാക്കി. പിന്നീട് ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുവാനും തീരുമാനമായി. പ്രതിഷേധത്തിന് ബി.ജെ.പി. നേതാക്കളായ സുരേഷ് കുമാർ ഷെട്ടി, വിജയകുമാർ, മുരളീധര യാദവ്, പ്രേമലത, സുധാകർ കാമത്ത്, രമേശ് ഭട്ട്, സുജിത് റൈ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും കാര്യങ്ങൾ വിശദീകരിച്ചാണ് ചികിത്സ നൽകിയതെന്നും മരണത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ആശുപത്രി ഡയറക്ടറായ CA സുബൈർ പറഞ്ഞു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ തങ്ങൾ കൂടി ആവശ്യപ്പെട്ടാണ് വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ട് വന്നതിനു ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നും സുബൈർ കൂട്ടിച്ചേർത്തു. അവർ രാത്രി അപകടം സംഭവിച്ചാണ് ആശുപത്രിയിൽ വരുന്നത്. വന്ന സമയത്ത് അവർ സ്റ്റേബിളായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പറയുന്ന വിവരമാണ് ഞങ്ങൾ അവരുടെ ബന്ധുക്കളെയും കൂടി ഇരുത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അവരോട് പിന്നെ പറയുകയും ചെയ്തു. കാരണം പിന്നെ ഈ വന്നിട്ടുള്ള അപകടം സംഭവിച്ചിട്ടുള്ള പേഷ്യൻ്റ് ആൽക്കഹോളിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സ്കാനിങ്ങിനും ഇതും മറ്റും കൃത്യമായി സഹകരിക്കാത്ത ഒരു പ്രശ്നം അതുമായി ഉണ്ടായിരുന്നു. ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെല്ലാം അവരുടെ ബൈസ്റ്റാൻഡറായിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് ചെയ്യുന്നത് ഞങ്ങൾ തടസ്സമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ പാർട്ടി അവർ പോയി പുറത്ത് ഡിസ്കസ് ചെയ്ത്, അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, അവർ ഡിസ്കസ് ചെയ്ത് തിരിച്ചു വന്ന് ഡോക്ടറോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ എവിടെയും കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ചികിത്സിക്കണം എന്ന് പറഞ്ഞതാണ്. ആ നിലയിൽ തന്നെയാണ് ചികിത്സിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള പിന്നെ ഇതും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഭാവിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ. ഞങ്ങൾക്ക് അത് പിന്നെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പരിഹാരത്തേക്ക് തന്നെ മാറ്റണം എന്ന് ഞങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി അതിൻ്റെ റിസൾട്ട് വരുന്ന മുറക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരു തരത്തിലുള്ള ഇതും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം നിയമ നടപടിക്കൊരുങ്ങുവാനാണ് ബന്ധുക്കളുടെ തീരുമാനം. സംഘർഷാവസ്ഥയെ തുടർന്ന് ആശുപത്രി പരിസരത്ത് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദൻ, SI കെ ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രത്നാവതിയാണ് മരണപ്പെട്ട ഹരീഷ് കുമാറിൻ്റെ മാതാവ്. രാജേഷ്, രവി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര.